എല്ലാവർക്കും നമസ്കാരം. മാത്സ് വിത്ത് അഫ്നാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മക്കളെ, നമ്മൾ ഇപ്പം നിലവിൽ +1 കുട്ടികളുടെ 3 ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ +1 മാത്തമാറ്റിക്സിലെ തന്നെ 8ാമത്തെ ചാപ്റ്ററായ സീക്വൻസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പം ഈ സീക്വൻസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്ററിലേക്ക് ഡീപ്പായിട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. സീക്വൻസ് എന്താണ്, സീരീസ് എന്താണ്? A sequence is an arrangement of numbers or terms in a definite order according to some rule. ചില റൂളിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് നമ്പറുകളെയോ ടേമുകളെയോ അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സീക്വൻസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ 10ലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ സീക്വൻസ് പഠിച്ചിട്ടുണ്ട്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കോമൺ ഡിഫറൻസ് ഉള്ളതിനല്ലേ നമ്മൾ സീക്വൻസ് എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം 3, 5, 7 ഇതിന് എന്ത് പറയാം? സീക്വൻസ് ആണെന്ന് പറയാം. കാരണം ഈ നമ്പേഴ്സിന് ഒരു ഡെഫിനിറ്റ് ഓർഡറിലാണ് എഴുതിയേക്കുന്നത്. ഏതോ ഒരു നമ്പറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവിടുത്തെ കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് 3ൻ്റെ കൂടെ 2 കൂട്ടി 5, 5ൻ്റെ കൂടെ 2 കൂട്ടി 7, അങ്ങനെ കറക്റ്റ് ഒരു ഓർഡറിൽ പ്രത്യേക ഓർഡർ +2 ചെയ്താണ് പോകുന്നത്. ആ 2നെ നമ്മൾ 10ാം ക്ലാസ്സിൽ കോമൺ ഡിഫറൻസ് എന്ന് വിളിച്ചിട്ടുണ്ട്. അരിത്തമെറ്റിക് സീക്വൻസ് എന്നൊരു പാഠം നമ്മുടെ SCRT സിലബസ് പഠിച്ച കുട്ടികൾക്ക്, കേരള സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് അറിയാം. CBSE കുട്ടികളാണെങ്കിലും ഇവിടെ നിങ്ങൾ അരിത്തമെറ്റിക് പ്രോഗ്രസ് എന്നുള്ള ചാപ്റ്ററൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിലറിയാം. അപ്പോൾ അതിനെയാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? അവിടെ സീക്വൻസ് എന്ന് വിളിക്കാം. ഇപ്പം ഇവിടെ കോമൺ ഡിഫറൻസ് 2 ആണ്. ഇപ്പോൾ വേറൊന്നും എഴുതിയാൽ, വേറെ എക്സാമ്പിൾ സാർ എഴുതിയാൽ 2, 4, 6. ഇപ്പോൾ ഇവിടുത്തെ ഓർഡർ ഏതാ? ഇപ്പോൾ ഇവിടെയും 2 അല്ലേ കൂട്ടി പോകുന്നത്. അപ്പം നമ്മൾ വേറൊരു സീക്വൻസ് എഴുതുവാണെങ്കിൽ ഇപ്പോൾ വേറൊന്നും ഒരു എക്സാമ്പിളായിട്ട് എഴുതിയാൽ 5, 8. അപ്പം 5ൻ്റെ കൂടെ എത്ര? 3 കൂട്ടി 5, 8, 11. ഇതെന്താണ്? ഇതൊരു സീക്വൻസ് അല്ലേ? അവിടുത്തെ കോമൺ ഡിഫറൻസ് എത്ര? 5ൻ്റെ കൂടെ 3 കൂട്ടിയാൽ 8, 8ൻ്റെ കൂടെ 3 കൂട്ടിയാൽ 11. അപ്പോൾ അതൊരു സീക്വൻസ് ആണ്. അവിടുത്തെ കോമൺ ഡിഫറൻസ് എത്ര? ഇവിടുത്തെ D3 ആണ്, ഇവിടുത്തെ D3 ആണ്. ഈ 2 ക്വസ്റ്റ്യനിലെ D എന്ന് പറയുന്നത് 2 ആണ്. അതിന് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയാം. പക്ഷേ സീക്വൻസിൻ്റെ പ്രത്യേകത എന്തെങ്കിലും ഓർഡർ മതി. എന്തെങ്കിലും ഒരു ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് സീക്വൻസ് എന്ന് വിളിക്കാം. 1, 4, ഇപ്പോൾ ഒരു എക്സാമ്പിളാണ് 9, 16. ഇതിപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ 2 ഈ 3 എക്സാമ്പിൾ ഇവിടെ എഴുതിയേക്കുന്ന പോലെ 1, 2, 3 ഈ 3 എക്സാമ്പിൾ എഴുതിയേക്കുന്ന പോലെ ഇതിൻ്റെ പ്രത്യേകത, ഇതിനൊരു കോമൺ ഡിഫറൻസ് ഇല്ല. ഇത് അരിത്തമെറ്റിക് ആണ്. ഈ എഴുതിയേക്കുന്ന 3 പേരും അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ഇതൊരു സീക്വൻസ് ആണ്, ഒരു നോർമൽ സീക്വൻസ് ആണ്. എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ അത് സീക്വൻസ് ആണ്. ആ ഓർഡർ തന്നെ കുറച്ചുകൂടെ പക്ക എല്ലായിടത്തും ഒരേ ഓർഡർ കീപ്പ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിനെ അരിത്തമെറ്റിക് എന്ന് പറയാം. ഇത് സീക്വൻസ് ആണ്. കാരണം ഇത് നോക്കിയാൽ നമുക്ക് ഡിഫറൻസ് ഒന്നും ഇല്ലെങ്കിലും ഇത് 1ൻ്റെ സ്ക്വയർ ആണ് 1, 2ൻ്റെ സ്ക്വയർ ആണ് 4, 3യുടെ സ്ക്വയർ ആണ് 9, 4ൻ്റെ സ്ക്വയർ ആണ് 16. ഇതാണ് ഇവിടുത്തെ ഓർഡർ. അതാണ് എന്തെങ്കിലും ഒരു റൂള് മതി. ഡെഫിനിറ്റ് ഓർഡർ അക്കോർഡിംഗ് ടു സം റൂൾ, എന്തെങ്കിലും ഒരു റൂള്. ഇവിടുത്തെ റൂള് പക്കയാണ്. അങ്ങനത്തെ സീക്വൻസ് അരിത്തമെറ്റിക്കാണ് നമ്മൾ കൂടുതലും പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ പഠിക്കാൻ പോകുന്നത് സീക്വൻസ്. നമുക്ക് മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതെന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ആദ്യം പഠിക്കുന്ന കുറച്ച് അരിത്തമെറ്റിക് സീക്വൻസിന് അന്ന് നമ്മൾ പഠിച്ച കുറച്ച് ക്വസ്റ്റ്യൻ ഇപ്പോഴും ഉണ്ട്. അപ്പം അതാണ് ഇവിടെ ആദ്യം നമ്മൾ പഠിക്കുന്നത്. പിന്നെ മെയിനായിട്ട് ഇതിൽ പഠിക്കാനുള്ള ജോമെട്രിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ GP ആണ്. ഓക്കെ. അപ്പോൾ സീക്വൻസ് എന്താണെന്ന് മനസ്സിലായി. എന്തെങ്കിലും ഒരു റൂളിൽ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്താൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? സീക്വൻസ് എന്ന് വിളിക്കാം. ഈ സീക്വൻസിനെ തന്നെ ആഡ് ചെയ്ത് എഴുതുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സീക്വൻസിനെ എല്ലാത്തിനെയും കൂടെ ടേംസിനെ ആഡ് ചെയ്താൽ, ഇപ്പോൾ സീക്വൻസിലെ ഫസ്റ്റ് ടേം A1 എന്ന് ചിലപ്പോൾ അവിടെ പഠിച്ചാൽ നമ്മൾ X1, X2, X3 എന്നായിരിക്കും. ഇവിടെ അത് തന്നെ ചെറിയൊരു മാറ്റമുള്ള A1, A2, A3, A1, A2, A3 എക്സെട്ര AN ആണ് സീക്വൻസ് എങ്കിൽ ഇതിൻ്റെ എക്സ്പ്രഷൻ A1 + A2 + A3 എക്സെട്ര + AN. ഇപ്പോൾ സീക്വൻസിനെ ഇങ്ങനെ എഴുതിയാൽ അതിനെ തന്നെ ആ ടേംസിനെ എല്ലാം കൂടെ പ്ലസ് ചെയ്ത് എഴുതിയാൽ അതിനെ വിളിക്കുന്നതാണ് സീരീസ്. ഇതിനെ പ്ലസ് ചെയ്ത് എഴുതുന്നതിനെ വിളിക്കുന്നതാണ് ഈസ് കോൾഡ് സീരീസ്. A1, A2, A3 എക്സെട്ര AN എന്ന് പറഞ്ഞാൽ സീക്വൻസ്. ഇനി ഈ സീക്വൻസിനെ തന്നെ നമ്മൾ ആഡ് ചെയ്ത് എഴുതിയാൽ അതിനെ പറയുന്നതാണ് സീരീസ്. ഓക്കെ. നമുക്കിന്ന് ഇതിൻ്റെ അകത്ത് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരു പോർഷനിൽ ആദ്യത്തെ കുറച്ച് 2-3 ക്വസ്റ്റ്യൻ. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ സീക്വൻസ് AN = n × n+2. n മാറ്റി ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കുക. ഇപ്പം AN = n × n+2 എന്നല്ലേ? അതിൽ 1 ഇട്ട് കൊടുത്താൽ ഫസ്റ്റ് ടേം കിട്ടും 1 × 1 + 2 എത്ര? 1 + 2 3, 3 × 1 3 ഫസ്റ്റ് ടേമായി. സെക്കൻഡ് ടേം എങ്ങനെയാണെന്ന്
2 ഇട്ട് കൊടുക്കുക. 2 × 2 + 2, 2 × 2 + 2, 2 × 2 + 2, 2 + 2 എത്ര വരും? 4, 4 × 2 എത്ര വരും? 8 വരും. അടുത്ത A3 തേർഡ് ടൈം 3 × 3 × 3 + 2, 3 + 2 5, 5 × 3 15. അടുത്ത ഫോർത്ത് ടൈം = 4 കൊടുക്കും. 4 × 4 + 2, 4 + 2 6, 6 × 4 24. അടുത്ത A5 5 × 5 + 2, 5 + 2 7, 7 × 5 35. ഓക്കെ, അപ്പോൾ എത്ര ടൈമായി? 5 ടൈമായി. ഏതൊക്കെയാണ്? 3, 8, 15, 24, 35. ഓക്കെ, ഇവിടെ ഇതിൽ പിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഒരു ഇതേപോലെ തന്നിട്ട് ഇപ്പോൾ ആദ്യത്തെ 5 ടൈം കാണാൻ അവർ പറഞ്ഞിട്ടുള്ളൂ. ആദ്യത്തെ 5 ടൈം കാണാൻ ഓർഡറിൽ പറഞ്ഞേക്കുന്നത്. ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഉള്ളതെന്ന് പറഞ്ഞാൽ വേറെ കുറച്ച് സീക്വൻസ് ഉണ്ട്. അതേപോലെ 5 ടൈം, ആദ്യത്തെ 5 ടൈം കാണാനാണ്. പിന്നെ സെക്കൻഡ് ടൈപ്പിൽ കിടക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതുപോലൊരു ഫോം തന്നിട്ട് ഇപ്പം 10ാമത്തെ ടൈം കാണുക. 10ാമത്തെ ടൈം കാണാൻ ചോദിക്കും. ഇപ്പോൾ ഇവിടെ തന്നെ 10th ടൈം കാണാൻ പറഞ്ഞാൽ 10th ടൈം A10 = 10 × 10 + 2, 10 × 10 + 2 12, 10 × 12 = 120 എഴുതാൻ പറ്റും നമുക്ക്. ഓക്കെ, അപ്പോൾ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? ചോദിക്കാം. അപ്പോൾ അത് ഈ കൂട്ടത്തിൽ തന്നെ അങ്ങ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ മക്കളെ. അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ജിയോമെട്രിക് പ്രോഗ്രഷൻ. നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പഠിച്ചല്ലോ. അരിത്തമെറ്റിക് സീക്വൻസ് നിങ്ങൾ 10ൽ പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അതുപോലെ തന്നെ വേറൊരാളാണ് ജിയോമെട്രിക് പ്രോഗ്രഷൻ. നമുക്ക് എന്ത് ചെയ്യാം? കമ്പയർ ചെയ്ത് പഠിക്കാം. രണ്ടുപേരും കൂടെ കമ്പയർ ചെയ്ത് പഠിച്ചാൽ സിമ്പിളായിരിക്കും. ഇപ്പം അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഇതുകൂടെ നമുക്ക് കമ്പയർ ചെയ്യാം. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലെ അരിത്തമെറ്റിക് സീക്വൻസ്, അത് ഇതൊന്ന് കമ്പയർ ചെയ്യാം. ഇവിടെ നമ്മൾ 10ൽ പഠിച്ചിട്ടുള്ളത് ഇപ്പം A1, A2, A3 എക്സെട്ര AN എന്നാണ് പഠിച്ചേക്കുന്നത്. ഓക്കെ, കുറച്ച് ടൈമുകൾ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രത്യേക നമ്പർ കൂട്ടിയായിരിക്കും പോകുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ 2, 4, 6 എക്സെട്ര എന്ന് പറഞ്ഞാൽ D കാണാൻ A2ൽ നിന്ന് A1 കുറച്ചാൽ മതി. സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറച്ചാൽ മതി. ഇപ്പം 4ൽ നിന്ന് 2 കുറച്ചാൽ അവിടുത്തെ ഡിഫറൻസ് 2 ആണെന്നറിയാം. ഇതിനെ നമ്മൾ പറയുന്നതാണ് കോമൺ ഡിഫറൻസ്. ഇവിടെ ഒരു പ്രത്യേക നമ്പർ കൂട്ടിയാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ 2 കൂട്ടി പോകുന്നു. ആ കൂട്ടിപ്പോയ 2 കാണാൻ ഒരു പ്രത്യേക നമ്പർ കൂട്ടി പോകുന്നതിനാണ്, ഒരു പക്കാ നമ്പർ കൂട്ടി പോകുന്നതിനാണ് നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ കൂട്ടിപ്പോയ നമ്പർ 2 ആണ്. അപ്പോൾ ഒരു പ്രത്യേക നമ്പർ കൂട്ടി പോകുമ്പം ഏതാണ് ആ കൂട്ടിപ്പോയെന്ന് അറിയാൻ നമ്മളൊരു നമ്പർ എടുത്തിട്ട് തൊട്ട് പുറകിൽ ആളെ കുറച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ A2ൽ നിന്ന് A1 കുറച്ചാൽ മാത്രമല്ല D കിട്ടുന്നത്. വേണമെങ്കിൽ നമുക്ക് A3ൽ നിന്ന് A2 കുറച്ച് നോക്കാം. ഇപ്പോൾ ഇവിടുത്തെ തേർഡ് ടൈം 6ആണ്. ആ 6ൽ നിന്നും നമുക്ക് എന്ത് കുറച്ച് നോക്കാം? തൊട്ട് പുറകിൽ A2 കുറച്ചാലും നമുക്ക് കിട്ടുന്നത് 2 എന്നായിരിക്കും. ഒരു പ്രത്യേക നമ്പർ കൂട്ടി പോകുന്നത് കൊണ്ട് ബാക്കിലോട്ട് ഏതാ ആ നമ്പർ എന്നറിയാൻ വേണ്ടി ബാക്കിലുള്ള നമ്പർ കുറച്ച് നോക്കും. കൂട്ടി പോകുന്നതുകൊണ്ടാണ് കുറച്ച് നോക്കുന്നത്. കുറയ്ക്കുന്നതാണ് ഡിഫറൻസ്, കോമൺ, ഒരു പൊതുവായ ഒരു വ്യത്യാസം. അതാണ് കോമൺ ഡിഫറൻസ്, പൊതുവായ വ്യത്യാസം. ഓക്കെ, ഇവിടെ GPയുടെ കേസിൽ ഒരു നമ്പർ നമ്മൾ എന്ത് ചെയ്ത് പോകണം? ഇൻറ്റു ചെയ്ത് പോവുകയാണ്. GPയുടെ കേസിൽ, ജിയോമെട്രിക് പ്രോഗ്രഷൻ്റെ കേസിൽ നമ്മളൊരു പ്രത്യേക നമ്പർ ഇൻറ്റു ചെയ്ത് പോവുകയാണ്. കൂട്ടി പോലെ ഇൻറ്റു ചെയ്ത് പോവുകയാണ്. അതിനെയാണ് GP എന്ന് വിളിക്കുന്നത്. കൂട്ടി പോകുന്ന അരിത്തമെറ്റിക് പ്രോഗ്രഷൻ AP ആണെങ്കിൽ ഇൻറ്റു ചെയ്ത് പോകുന്നത് GP. അതായത് ഇവിടുത്തെ ഇപ്പം നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമിന് A എന്ന് വിളിച്ചാൽ സെക്കൻഡ് ടൈം കിട്ടണമെങ്കിൽ ഡിഫറൻസ് കൂട്ടണം, A+D. അടുത്ത ടൈം A+2D, അടുത്തത് A+3D. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഫസ്റ്റ് ടൈമിന് നമ്മൾ പറയുന്നതാണ് A1, അടുത്ത ടൈം A2, അടുത്ത ടൈം A3, അത് തന്നെ AN എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടെ ഫസ്റ്റ് ടൈം A ആണ്, അടുത്ത ടൈമിൻ്റെ കൂടെ ഇവിടെ D കൂട്ടുക എന്നല്ലേ നമ്മൾ പറയുന്നത്. ഇവിടെ D കൂട്ടുകയല്ല, ഇവിടെ ഒരു നമ്പർ ഇൻറ്റു ചെയ്ത് പോവുക. ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു GPയുടെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ എഴുതിയിട്ട് പോവാം. 5, 10, 20. ഇതിപ്പോൾ ഒരു GPക്ക് എക്സാമ്പിളാണ്. അത് പറഞ്ഞിട്ട് പറയാം. GPയുടെ ഒരു നോർമൽ ഫോം എഴുതുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. 5ൻ്റെ കൂടെ എന്തിൻ്റെ ചെയ്യുമ്പോഴാണ് 10 കിട്ടുന്നത്? 5 × 2, ഇനി 10 × 2. അപ്പോൾ 2 എന്താണ്? ഇൻറ്റു ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഇൻറ്റു ചെയ്ത നമ്പറാണ് ഏതാണെന്ന് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കിയപ്പോൾ മനസ്സിലായി. ചില ക്വസ്റ്റ്യനിൽ മനസ്സിലാകത്തില്ല.
ഓക്കെ, ഇവിടെ നമ്മൾ അവിടെ കൂട്ടി പോകുന്നതുകൊണ്ട് ബാക്കിലോട്ട് വന്നപ്പോൾ നമ്മൾ ഏൽപ്പിക്കാത്ത അരിത്തമെറ്റിക് പ്രോഗ്രസ്സിനെ കുറച്ച് നോക്കി. ഇവിടെ ഇൻഡു ചെയ്ത് പോകുന്നതുകൊണ്ട് തിരിച്ചു വരാൻ ഡിവൈഡ് ചെയ്ത് നോക്കും. അതിനെ പറഞ്ഞാണ് കോമൺ റേഷ്യോ. അവിടെ കോമൺ ഡിഫറൻസ് ആണെങ്കിൽ ഇവിടെ കോമൺ റേഷ്യോ. ഇവിടെ A2 നിന്ന് A1 കുറച്ചെങ്കിൽ നമുക്ക് ഇവിടെ ഡിവൈഡ് ചെയ്യണം. A2 A1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടുത്തെ സെക്കൻഡ് ടേം ആരായിപ്പോൾ ഇവിടെ അതെ ഫസ്റ്റ് ടേം 5, സെക്കൻഡ് ടേം 10. 10/5 ഉത്തരം എത്രയാണ്? 2 അല്ലേ? ഇവിടുത്തെ കോമൺ റേഷ്യോ എത്ര? ഇവിടുത്തെ കോമൺ റേഷ്യോ 2 ആണ്. അപ്പോൾ നമ്മൾ ഇനി എഴുതുന്ന ഫോമാണ് ഫസ്റ്റ് ടേം A ആണെങ്കിൽ അടുത്ത ടേം ഒരു 6 ഇൻറ്റു ചെയ്തു ഒരു പ്രത്യേക നമ്പർ ഇൻറ്റു ചെയ്തു പോവാണ്. കോമൺ റേഷ്യോ പറയുന്നതാണ്. കോമൺ റേഷ്യോ കൊടുക്കുന്ന ലെറ്ററാണ് 6. ഇവിടെ A+D A+2D എന്നൊക്കെ എഴുതിയില്ലേ? കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ A ഇൻറ്റു 6 എന്ന് വെച്ചാൽ 5 ഫസ്റ്റ് ടേം. അടുത്ത ടേം കിട്ടാൻ 5നെ 2 കൊണ്ടല്ലേ ഇൻറ്റു ചെയ്തത്. അതുപോലെ A ആണെങ്കിൽ A 6 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നത്. A ഇൻറ്റു 6 അടുത്ത ടേം ഇവിടെ A ഇൻറ്റു 6 ഒരു 6 കൂടെ വരും. ഇവിടെ 2D എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇൻറ്റു ചെയ്യുന്നതുകൊണ്ട് 6 × 6 R², AR². അടുത്ത ടേം AR³ ഓക്കെ. ഇവിടെ ഫസ്റ്റ് ടേം A, സെക്കൻഡ് ടേം AR, അടുത്ത ടേം AR², അടുത്ത ടേം AR³ ഓക്കെ. അപ്പോൾ മക്കളെ അപ്പോൾ നമ്മൾ പറഞ്ഞ് ടേംസിൻ്റെ ഓർഡർ എങ്ങനെ? ഒരു 6 എന്ന് പറയുന്ന ഒരു നമ്പർ ഇൻറ്റു ചെയ്ത് പോവുക. അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ D കൂട്ടി പോകുന്ന പോലെ ഇവിടെ 6 ഇൻറ്റു ചെയ്ത് പോവുകയാണ്. ഫസ്റ്റ് ടേം A1 ആണ് A എന്ന് പറയുന്നത്. A2 AR ആണ്. A3 എന്ന് പറയുന്നത് AR² ആണ്. A4 എന്ന് പറയുന്നത് AR³ ആണ്. ഓക്കെ, ഇതാണ് ഒരു ഓർഡർ. AR AR². 6 ഇൻറ്റു ചെയ്ത് പോലെയാണ്. ഫസ്റ്റ് ടേമിലൊന്നുമില്ല. സെക്കൻഡ് ടേം വരുമ്പോഴേ ഒരു 6 വരുന്നത്. AR AR² AR³. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ടേം ആയപ്പം A1 എന്ന് പറയുന്നത് A ആണ്. സെക്കൻഡ് ടേമിൽ AR. തേർഡ് ടൈം A3 വന്നപ്പം AR² എന്ന് വന്നില്ലേ? A4 വന്നപ്പോൾ AR³ എന്ന് വന്നു. എല്ലായിടത്തും A കോമൺ ആണ്. 4 വന്നപ്പം എല്ലായിടത്തും A ഒരു കോമൺ എലമെൻറ്റാണ്. 3 വന്നപ്പം R² വന്നു. 3ൽ നിന്ന് 1 കുറച്ചാൽ 2. ഇനി 4 വന്നപ്പം R³ വന്നു. 4ൽ നിന്ന് 1 കുറച്ചാൽ 3. അപ്പം ഒരു A10 വന്നാൽ എന്ത് വരുള്ളൂ? A ഉള്ളതാണ്. R⁻² എന്ത് വരും? 10ൽ നിന്ന് 1 കുറച്ചാൽ 9. അങ്ങനെയാണെങ്കിൽ AN വരുമ്പോഴാണ് അവിടെ A ഉണ്ട്, 6 എഴുതും. Aയും 6 എഴുതും. ഇപ്പം 10ൽ നിന്ന് 1 കുറച്ച് 9 എഴുതി. 4ൽ നിന്ന് 1 കുറച്ച് 3 എഴുതി. 3ൽ നിന്ന് 1 കുറച്ച് 2 എഴുതി. എങ്കിൽ ANൻ്റെ ഫോം എങ്ങനെ? AN = AR⁻n. N നിന്ന് 1 കുറച്ചാൽ AR⁻n-1. ഇതാണ് അതിൻ്റെ ജനറൽ ഫോം. നമ്മൾ ആ ഒരു ഫ്ലോയിൽ തന്നെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കിട്ടി കാണും. സിമ്പിൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ ജനറൽ ഫോം. അപ്പോൾ 10ാമത്തെ ടേം കാണാൻ പറഞ്ഞാൽ അപ്പോൾ നമ്മളങ്ങനെ കണ്ടുപിടിച്ച് കൊടുക്കണം. AR⁻n-1 അങ്ങനെയൊക്കെ എഴുതി കൊടുക്കണം. അപ്പം ജനറൽ ഫോം അറിഞ്ഞിരിക്കണം. AN = AR⁻n-1. അവിടെ ഇനി കോമൺ റേഷ്യോ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്. കോമൺ റേഷ്യോ 6 എന്നാണ് വിളിക്കുന്നത്. 6 കാണാൻ A2/A1 ചെയ്താൽ മതി. A2/A1 കോമൺ റേഷ്യോ R = A2/A1. അപ്പോൾ പഠിച്ചു വെക്കേണ്ട ഇക്വേഷൻ 1 AN = AR⁻n-1 കോമൺ റേഷ്യോ. അത് കുറേ കണക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. A2/A1 സെക്കൻഡ് ടൈമിനെ ഫസ്റ്റ് ടൈം കൊണ്ട് ചെയ്യുക. അങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. A2/A1 അല്ലെങ്കിൽ A3/A2. ഇപ്പം നിങ്ങൾ കാണുന്ന 5ാമത്തെ എലമെൻ്റ് കാണുന്നതെങ്കിൽ A5/A4 ചെയ്താൽ മതി. എന്ന് വെച്ചാൽ ഒരു ടൈം എടുത്താൽ തൊട്ട് പുറകിലെ ടൈം എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഓർത്തിരിക്കുക. അതിൻ്റെ ഒരു കാര്യം കൂടെ ഓർക്കണം. ജിയോമെട്രിക് പ്രോഗ്രസ്സിനാണ് നമ്മൾ പറഞ്ഞത്. ജിയോമെട്രിക് മീൻ എന്താണെന്ന് ഓർക്കണം. ഇവിടെ ഇപ്പോൾ A1 A2 A3 എന്ന് പറയുന്ന പോലെ 3 ടേമാണ്. നിങ്ങൾ ചുമ്മാ ഒന്ന് ആലോചിക്കുക. A B C 3 ടേമാണ്. ABC. അതിലെ B നടുക്ക് നിൽക്കുന്ന Bയും Aയും Cയും ആയിട്ട് റിലേഷൻ ഉണ്ട്. അവിടെ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ABC. ഇപ്പോൾ B യെ മിസ്സിങ് ആക്കി തന്നാൽ B കാണാൻ A+C/2. അതിനെ നമ്മൾ വിളിച്ചതാണ് അരിത്തമെറ്റിക് മീൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അരിത്തമെറ്റിക് മീൻ A+C/2. അതുപോലെ ഇത് അരിത്തമെറ്റിക് മീനാണ്. അത് അവിടെ പഠിച്ചത്. ഇത് ജിയോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ B = √A × C എന്നാണ് പറയുന്നത്. B = √A × C അല്ലെങ്കിൽ B² = A × C എന്ന് എഴുതാറുണ്ട്. B² = A × C എന്ന് എഴുതിയാലും അത് തന്നെയാണ്. B = സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ √A × C. അത് ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഒരു എക്സാമ്പിൾ നേരത്തെ എഴുതിയൊരു എക്സാമ്പിൾ ഉണ്ട്. 5
10, 20. ഈ 10 മിസ്സിംഗ് ആണെന്ന് വിചാരിക്കുക. 10 അവിടെ ഇല്ലായിരുന്നെന്ന് വിചാരിക്കുക. 10 ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ഇതൊരു ജി പി ആണ് എങ്കിൽ അന്ന് അടുക്കത്തെ വാല്യൂ കാണാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കാണും? ഇതിപ്പോൾ എ, ഇത് ബി, ഇത് സി. ബി കാണാൻ റൂട്ട് ഓഫ് എ ഇൻറ്റു സി. റൂട്ട് ഓഫ് എ ആരാ? 5 × 20. റൂട്ട് ഓഫ് എന്താണ് 5 × 20? 100. 100ൻ്റെ വാല്യൂ എത്ര? റൂട്ട് 100, 10. അപ്പോൾ നടുക്കത്തെ ആരാ? അല്ലെങ്കിൽ നമുക്കറിയാം നേരത്തെ എക്സാമ്പിൾ എഴുതിയതുകൊണ്ട് 10 ആണെന്ന്. അത് 2 പേരെ തന്നിട്ട് നടുക്കത്തെ ആളെ ചിലപ്പോൾ ചോദിക്കും. അങ്ങനെയൊക്കെ എക്സാമിന് ചോദിക്കാം. 2 പേരെ 5x 20. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. 5 എന്ന് വരും, എക്സ് എന്ന് വരും, 20 എന്ന് വരും. എന്നിട്ട് പറയും ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. എക്സിൻ്റെ വാല്യൂ എത്ര? നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ ഇതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇങ്ങനെ ഏതെങ്കിലും 3 ടേം വന്നിട്ട് കൂട്ടത്തിൽ ആരെങ്കിലും, നടുക്കത്തെ ആളെ തന്നെ വേണമെന്നില്ല, 3 പേരെ തന്നിട്ട് ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളെ എക്സ് എന്നും പറഞ്ഞ് ചോദിച്ചാൽ നമുക്ക് ഈ റിലേഷൻ വെച്ച് സിമ്പിളായിട്ട് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ട പ്രധാനമായിട്ടുള്ള 3 കാര്യങ്ങളാണ്. ഒന്ന്, an = ar⁻n−1. മറ്റൊന്ന്, രണ്ടാമത്തത് r = a2/a1. മൂന്നാമത്തെ ആള് b = √ac. ഇത്രയും കാര്യങ്ങൾ നമ്മൾ വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇനി സമ്മിൻ്റെ കുറച്ച് ഇക്വേഷൻ ഉണ്ട്. അത് നമുക്ക് ഈ ഒരു ഇക്വേഷൻസ് യൂസ് ചെയ്ത് ചെയ്യുന്ന കുറച്ച് കണക്ക് ചെയ്തതിന് ശേഷം ആ ഒരു കണക്കിലോട്ട് പോകാം. മക്കളെ, നമുക്കപ്പം ജി പിയുടെ അല്ലെങ്കിൽ ജോമെട്രിക് പ്രോഗ്രസിൻ്റെ ആ ഒരു 3 ഇക്വേഷൻ നമ്മൾ പഠിച്ചില്ലേ, ആ 3 ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു 3-4 കണക്ക് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ 10th ആൻഡ് nth ടേം ഓഫ് ദ ജി പി 5, 25, 125. എടാ, ഈ 5, 25, 125 ഇതൊരു ജി പി ആണെന്ന് അവർ പറയുന്നത്. ജി പി ആണ്. അങ്ങനെയാണെങ്കിൽ ജി പി ആണ്, ഫസ്റ്റ് ടേം വേണം, കോമൺ റേഷ്യോ കാണും. അപ്പോൾ ഈ ജി പിയുടെ 10th ടേം കാണുക, nth ടേം കാണുക. ഏതൊക്കെയാടാ? 10th, nth. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇങ്ങനെ nth ടേം കാണാൻ കൂട്ടത്തിൽ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ 10th ടേം മാത്രമാണെങ്കിൽ നോർമലി നമുക്ക് ചെയ്യാം. പക്ഷേ nthൂടെ ചോദിച്ചാൽ ആദ്യം nth കാണാനുള്ളൂ, ആദ്യം nth ടേം. എടാ, അതുപോലെ ശ്രദ്ധിക്കേണ്ടത്, ഒരു ജി പി തരുമ്പം എത്രാമത്തെ ടേം ചോദിച്ചാലും അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും ഒരു ടേം എന്നൊക്കെ ചോദിച്ചാൽ എപ്പോഴും ഒരു ജി പി കണ്ടാൽ ആദ്യം നമ്മൾ എയും ആറും എഴുതിക്കണം. എയും എഴുതണം, ആറും എഴുതണം. അതില്ലാതെ നമുക്ക് അതിനകത്തുള്ള പ്രോബ്ലങ്ങളൊക്കെ ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ എയും വേണം, എന്തും വേണം, ആറും വേണം. എ എത്രയാണ്? ഫസ്റ്റ് ടേം 5 അല്ലേ? 6 കാണുന്ന ഇക്വേഷൻ ഓർമ്മയുണ്ട? a2/a1. സെക്കൻഡ് ടേമിൻ്റെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സെക്കൻഡ് ടേം ആരാ ഇവിടുത്തെ? 25. ഇതാണ് നമ്മുടെ ജി പി. 25/5, ഉത്തരം 5. അപ്പം 6, 5 ആണ്. എയും 5, ആറും 5. നമുക്ക് എത്രാമത്തെ ടേം കാണണം? 10th കാണണം, nth. 10ാമത്തെ ടേമും കാണണം, n-ാമത്തെ ടേമും കാണണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ n-ാമത്തെ ടേമാണ്, an കാണുക. an-ൻ്റെ ഇക്വേഷൻ ഓർമ്മ ഉണ്ടായിരിക്കും, ar⁻n−1. നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷൻ ar⁻n−1. അപ്പോൾ an കാണാൻ എക്ക് വാല്യൂ കൊടുക്കുക. ഇനി ഫസ്റ്റ് ടേം ആരാ? ഫസ്റ്റ് ടേം 5 ആണ്. 5 × r ആരാ? അതും 5 ആണ്. nth ടൈം കാണാൻ ചോദിച്ചുകൊണ്ട് എന്നിന് നമ്മൾ n എന്ന് തന്നെ വാല്യൂ കൊടുക്കുക. 10th ആയിരുന്നെങ്കിൽ എന്നിന് 10 എന്ന് കൊടുക്കാമായിരുന്നു. അപ്പം 5 × 5⁻n−1. എടാ, ഈ 5നെ നമ്മൾ 5⁻1 എന്ന് എഴുതുക. 5നെ 5⁻1 എന്ന് പറഞ്ഞാൽ 5 എന്ന് പറഞ്ഞാൽ സെയിം ആണ്. എടാ, ഇപ്പോൾ ഏത് ഫോമിലാന്ന് ചോദിച്ചാൽ a⁻m എന്താണ്? ബേസ് സെയിം ആണ്, പവർ മാറി. a⁻m എന്ന് പറഞ്ഞാൽ a⁻m+n. a⁻m+n. അങ്ങനെയാണെങ്കിൽ ഇവിടെ അങ്ങനെ വരും 5⁻1 ആരാ? n-1. ഇവിടെ +1ഉം -1ഉം കട്ടായി കഴിഞ്ഞാൽ ബാക്കി 5⁻n. an എന്ന് പറയുന്നത് an കിട്ടി, 5⁻n ആണ്. nth ടൈം കാണാൻ പറഞ്ഞത് എന്തായാലും nth ടൈം കാണണം. nth ടൈം നമുക്ക് കാണണം. അപ്പോൾ 10th nthും ചോദിച്ചേക്കുന്നുണ്ട്. ആദ്യം nth കണ്ടാൽ പിന്നെ n-ൻ്റെ സ്ഥാനത്ത് 10 ഇട്ട് കൊടുത്താൽ 10th ടൈമായി. സിമ്പിളാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ലോജിക്ക് വെച്ച് അതങ്ങ് ചെയ്യുക. a10 10ാം ടൈം കാണാൻ പറഞ്ഞാൽ nth ടൈം നമുക്കറിയാം 5⁻n ആണെന്ന്. അപ്പോൾ 10th ആകുമ്പോഴാണ് 5⁻10. 5⁻10 ആണ് ആൻസർ. ഓക്കെ, അപ്പം ശ്രദ്ധിക്കുക, എപ്പോഴും ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ തരുമ്പോൾ അതിൻ്റെ അകത്ത് എന്ത് കാണാൻ ചോദിച്ചാലും ആദ്യം നമ്മൾ എയും ആറും എഴുതിയാൽ നമുക്ക് സിമ്പിളായിരിക്കും. എയും ആറും എഴുതിയാൽ ബാക്കിയൊക്കെ സിമ്പിളായിട്ട് കാണാൻ പറ്റും. നമ്മൾ പഠിച്ച 3 ഇക്വേഷനിൽ ആരെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ? an = ar⁻n−1ഉം r = a2/a1. ഈ 2 ഇക്വേഷനും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയും നമുക്ക് ഒരു 3-4 കണക്കൂടെ ചെയ്യാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇന്ന ജി പി ഒരു ജോമെട്രിക് പ്രോഗ്രഷനിൽ 3rd ടൈം ഈസ് 24, 3ാമത്തെ ടൈം 24 ആണ്. ആൻഡ് 6th ടൈം ഈസ് 192, 6ാമത്തെ ടൈം 192 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് 10th ടൈം, 10ാമത്തെ ടൈം എത്ര എന്നാണ് ചോദ്യം. എടാ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത്
തന്നിരിക്കുന്ന എടുത്തെഴുതുക. മൂന്നാമത്തെ ടേം ആരാ? A3 അല്ലേടാ? A3 അല്ലാതെ എങ്ങനെ എഴുതാം? A3 24 ആണ്. ആറാമത്തെ ടേം A6 എത്ര? 192. കുറച്ചുകൂടെ മാറ്റി എഴുതിയാൽ A3 നമുക്ക് എങ്ങനെ എഴുതാം? A3 നമുക്ക് എഴുതാം AR² എന്ന് എഴുതിക്കൂടെ? AR² ആണ് A3 24, ഇക്വേഷൻ നമ്പർ 1. എടാ A6 എന്ന് പറഞ്ഞാൽ AR⁵5 അല്ലേ? അതല്ലേ 192, ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇനി ഇവിടെ ഈ ഇക്വേഷൻ തമ്മിൽ എന്ത് ചെയ്ത് നോക്കണം? എയോ ആറോ നമുക്ക് കണ്ടുപിടിക്കാതെ നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഈ കൂട്ടത്തിൽ ഒരാളെ കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ഇക്വേഷനെ തമ്മിൽ എന്ത് ചെയ്ത് നോക്കുക? ഇക്വേഷൻ നമ്പർ 1ഉം 2 ഉണ്ട്. ഒന്നില്ലെങ്കിൽ 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ 2നെ 1 കൊണ്ട് ചെയ്യുക. നമുക്കപ്പം തിരിച്ച് ചെയ്യുക. എങ്ങനെ ചെയ്യാം? ഇക്വേഷൻ നമ്പർ 2നെ നമുക്ക് എന്തുകൊണ്ട് ചെയ്ത് നോക്കാം? ഇക്വേഷൻ നമ്പർ 2നെ 1 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യുമ്പം ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1, 2/1, ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1 ആണ്. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ നോക്കിക്കോണം. ലെഫ്റ്റ് സൈഡ് ഈ സൈഡ് ചെയ്യുമ്പോൾ 2 ഏതാ? AR⁵5 ബൈ AR² ഈക്വൽ ടു, ലെഫ്റ്റിൽ മാത്രം ചെയ്താൽ പോലോ, റൈറ്റിലും ചെയ്യണ്ടേ? 192/24. എടാ എയും കട്ടായി. മുകളിൽ R⁵5, ഇവിടെ R², താഴെ 2 R, മുകളിൽ 5 എണ്ണവും, ഇവിടുത്തെ 2 എണ്ണവും അവിടുത്തെ 2 എണ്ണവും വെട്ടിയാൽ ബാക്കി അവിടെ 3 എണ്ണം, R³ എന്ന് വരും. R³ ഈക്വൽ ടു 24 × 1, 24 × 8, 192 ആണ് 8. ഓക്കെ, കാൽക്കുലേറ്റർ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പം 8 R³ 8 ആണെങ്കിൽ R എത്രയാണ്? 6. R³ 8 ആണെങ്കിൽ R-ൻ്റെ വാല്യൂ, സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ സ്ക്വയർ റൂട്ട് ആവുമെങ്കിൽ ക്യൂബ് അപ്പുറത്ത് പോയാൽ ക്യൂബ് റൂട്ട് 8. സ്ക്വയറിൻ്റെ കൺസെപ്റ്റ് എന്താണ്? സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരുപോലത്തെ 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന അയാളെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ അർത്ഥം ഒരുപോലത്തെ 3 പേരെ ഇൻറ്റു ചെയ്യുമ്പോൾ 8 കിട്ടും. ഒരുപോലത്തെ 3 നമ്പേഴ്സിനെ ഇൻറ്റു ചെയ്യുമ്പോൾ 8 കിട്ടും. അതിലൊരു നമ്പരാണ് എഴുതേണ്ടത്. ഏതാ? അതാണ് ക്യൂബ് റൂട്ടിൻ്റെ അർത്ഥം. സ്ക്വയറിൻ്റെ ആണെങ്കിൽ 2 ആളുകളെ ഇൻറ്റു ചെയ്യുമ്പോഴാണ് കിട്ടുന്നതെങ്കിൽ, ഇപ്പം √4 നമ്മൾ 2 എന്ന് എഴുതാൻ കാരണം എന്താ? റൂട്ടിൻ്റെ അകത്ത് സ്ക്വയർ റൂട്ട് എന്നാണ് റൂട്ടിൻ്റെ അർത്ഥം. ഏതോ 2 നമ്പർ ഇൻറ്റു ചെയ്യുമ്പം 4 കിട്ടുന്നു. അതിൽ ആരാത്? 2 ആണ്. അതുപോലത്തെ ഒരേപോലത്തെ 3 നമ്പർ ഇൻറ്റു ചെയ്യുമ്പോൾ 8 കിട്ടുന്നു. ആരാത്? അതും 2 ആണ്. 2 × 2 4, 4 × 2 8, 2 × 2 × 2. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഉത്തരം 2 ആണ്. R-ൻ്റെ വാല്യൂ 2. എടാ R-ൻ്റെ വാല്യൂ കിട്ടിയ സ്ഥിതിക്ക് ഇക്വേഷൻ നമ്പർ 1ൽ എടുത്തിട്ട് കൊടുത്താൽ, ഇക്വേഷൻ നമ്പർ 1ൽ R-ൻ്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? A കിട്ടും. അപ്പോൾ A വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ ഇവിടുത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് Aയുടെ ആവശ്യമില്ല. 10th ടേം കാണണം. 10th ടേം കാണണമെങ്കിൽ നമ്മുടെ കയ്യിൽ 6th ടേം ഉണ്ട്. എടാ 6ാമത്തെ ടേമിൻ്റെ കൂടെ എന്ത് ചെയ്യണം? 10ാമത്തെ ടേം കിട്ടാൻ നമുക്ക് സീക്വൻസ്, അരിത്തമെറ്റിക് സീക്വൻസിലാണെങ്കിൽ എന്ത് ചെയ്താൽ മതിയായിരുന്നു? 6ാമത്തെ ടേമിൻ്റെ കൂടെ 4D കൂട്ടിയാൽ, 6ാമത്തെ ടേമിൻ്റെ കൂടെ 4D കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 10ാമത്തെ ടേം കിട്ടിയാൽ. ഇവിടെ കൂട്ടുമല്ല, ഇവിടെ ഗുണിക്കുകയാണ്. ഇവിടെ എത്ര R ഇൻറ്റു ചെയ്യണം? 4 വട്ടം R ഇൻറ്റു ചെയ്യണം. AR-ൻ്റെ കൂടെ ഒരു R ഇൻറ്റു ചെയ്താൽ A7 ആവും. ഒരു R ഇൻറ്റു ചെയ്താൽ A8 ആവും. ഒരു R കൂടെ ചെയ്താൽ A9 ആവും. ഒരു R കൂടെ ചെയ്താൽ A10 ആവും. എത്ര R ആണ്? 4 R. 4 × 6 എന്നാണ്? അല്ല, R⁴. 4 R എന്ന് പറഞ്ഞാൽ R കൂട്ടുന്നതിനാണ്. R + R ആണ് 4R. 6ഉം 4 വട്ടം ഗുണിച്ചാൽ അതിന് R⁴ എന്നാണ് പറയുന്നത്. R അതല്ലേ R⁴. ഓക്കെ, R 4 വട്ടം ഇൻറ്റു ചെയ്യുമ്പോഴാണ് നമുക്ക് 10ാമത്തെ ടേം കിട്ടും. നമ്മുടെ കയ്യിൽ A6 ഉണ്ട്. A6 എത്രയാണ്? 192/A6. അപ്പോൾ 192 × R⁴ മതി. സിമ്പിൾ. ആ സ്റ്റെപ്പാണ് നല്ലത്. വെറുതെ ഫസ്റ്റ് ഇക്വേഷനിൽ ഇട്ട് കൊടുത്ത് A കണ്ടുപിടിച്ച് കിടന്ന് കറങ്ങണ്ട. വേണം അങ്ങനെയും ചെയ്യാം. എടാ R-ൻ്റെ വാല്യൂ ആയി 2 എടുത്ത് ഇവരിട്ട് കൊടുത്താൽ ഇപ്പുറത്തോട്ട് വരുമ്പം A × 2² 4, A × 2 = 20, A × 4 = 24. അപ്പോൾ A = 24/4. അങ്ങനെ ചെയ്ത് മാറ്റാം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. 10th ടേം കാണാൻ 6th ടേമിൻ്റെ കൂടെ അതുകൂടെ ആ ലോജിക്ക് അറിഞ്ഞിരിക്കണം. R⁴ ഇൻറ്റു ചെയ്താൽ മതി കേട്ടോ. ഒരു R ചെയ്യുമ്പോൾ 7th ടേം, ഒരു R ചെയ്യുമ്പോൾ 8th, അടുത്തത് 9th, അടുത്തത് 10th. അപ്പോൾ 4 വട്ടം R ഇൻറ്റു ചെയ്യുമ്പോൾ 10ാമത്തെ ടൈമിലോട്ട് നമുക്ക് എത്താൻ പറ്റും. അതിനാണ് R⁴ ചെയ്തത്. അപ്പം R എത്ര ഇവിടെ? 2 അല്ലേ? 2⁴. 2⁴ എത്ര? 192 × 2⁴ എത്രയാണ്? 2⁴ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 16 എന്ന് കിട്ടും. ഓക്കെ, 16 എന്ന് കിട്ടും. 192നെ നമ്മൾ 16 കൊണ്ട് ചെയ്താൽ
3072 എന്ന് കിട്ടും. കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കുമ്പോൾ 10th ടേം. ഇതാണ് നമ്മുടെ 10th ടേം. ഓക്കെ, 10th ടേം നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇതാണ് ക്ലിയർ ഐഡിയ. അല്ലെങ്കിൽ ആറിൻ്റെ വാല്യൂ എടുത്ത് ഇവിടെ ഇട്ട് കൊടുത്ത് അവിടുന്ന് A10 എന്നും പറഞ്ഞ് എഴുതി കണ്ടുപിടിക്കേണ്ടി വരും. ഈ ലോജിക്കൊന്ന് ഓർത്തിരിക്കുക. അങ്ങനെ ചെയ്യാതെ നിങ്ങൾക്ക് സിമ്പിളാണ്, കിട്ടും. ഫസ്റ്റ് കണക്കിലൊക്കെ ചെയ്ത പോലെ. ഇതിപ്പം ഈ ലോജിക്കൊന്ന് ഓർത്താത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ: ഇൻസർട്ട് 3 numbers between 1 and 256 so that the resulting sequence is a GP. 1ൻ്റെയും 256ൻ്റെ ഇടയ്ക്ക് ഒരു 3 ടേം ഇൻസേർട്ട് ചെയ്യുക. 1 കഴിഞ്ഞ് ഒരു 3 ടേം കയറ്റണം. ആരാന്ന് അറിയത്തില്ല, അതുകൊണ്ട് നമ്മൾ ഈ റൗണ്ട് കൊടുത്തേക്കുന്നത്. 1 കഴിഞ്ഞൊരു 3 ടേം കയറ്റുക. അത് കഴിഞ്ഞ് 256. 1ൻ്റെയും 256ൻ്റെ ഇടയ്ക്ക് ഒരു 3 ടേം കയറ്റുക. ചുമ്മാ ടേം കയറ്റിയാൽ പോരാ. സോ ദാറ്റ് ദ റിസൾട്ടിങ് സീക്വൻസ് ഈസ് എ GP. നിങ്ങൾ ആ ഇവിടെ ടേമുകൾ കയറ്റുമ്പോൾ ആ റിസൾട്ടിങ് ആയിട്ട് കിട്ടുന്ന ആ ഒരു സീക്വൻസ് ഒരു GP ആയിരിക്കണം, ഒരു ജിയോമെട്രിക് പ്രോഗ്രഷൻ ആയിരിക്കണം. അപ്പം ഈ ടൈമിനെ നമുക്ക് GP ആയിട്ട് ആലോചിക്കുക. ഇതിനെ ഫസ്റ്റ് ടൈമായിട്ട് ആലോചിച്ചാൽ മതി. ഇത് A ആണ്, അല്ലെങ്കിൽ A1 ആണ്. A1 ഇത് A2, A3, A4, A5 എങ്കിൽ ഫസ്റ്റ് ടൈം A1 അല്ലെങ്കിൽ A ആരാ നമ്മുടെ 1 അല്ലേ? A1 അല്ലെങ്കിൽ A1 ആണ്. അടുത്തത് A5 എന്ന് പറഞ്ഞാൽ ആരാടാ? AR⁴ അല്ലേ? അതെത്ര? 256. എടാ ഇവിടെ ഫസ്റ്റ് ടേം നമ്മളങ്ങ് ആലോചിക്കുകയാണ്. ഇത് ഫസ്റ്റ് ടേം, ഇത് 5th ടേം. കാരണം 2 ടേമുകളിടയ്ക്ക് 3 ടേം കയറ്റാൻ പറയുമ്പം നമ്മൾ ഇന്ന ടൈം എടുക്കരുതെന്നൊന്നും അവർ പറയുന്നില്ല. ഒരു GP ആയാൽ മതി അവർക്ക്. അപ്പോൾ നമ്മൾ അങ്ങ് ഫസ്റ്റ് ടൈമായിട്ട് എടുത്ത് ഇത് 5th ടേം. അപ്പോൾ സിമ്പിളാണ് ചെയ്യാൻ. ഫസ്റ്റ് ടേം 5th ടേം. ഇടയ്ക്കുള്ള ടൈമൊക്കെ ആയിട്ട് എടുത്താൽ ബുദ്ധിമുട്ടാണ് ചെയ്തു വരാൻ. ഫസ്റ്റ് ടേം A1 എന്ന് പറഞ്ഞാൽ A ആണ്, അതിൻ്റെ വാല്യൂ 1. A5നെ നമുക്ക് എങ്ങനെ എഴുതാം? AR⁴ എന്ന് എഴുതാം. അത് 256. എടാ എയുടെ വാല്യൂ ഇപ്പം ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് 2 ആയിട്ട് ആലോചിച്ചാൽ എയുടെ വാല്യൂ എടുത്ത് ഇക്വേഷൻ നമ്പർ 2 ഇട്ട് കൊടുത്താൽ പോരെ. പുട്ട് A is equal to 1 in equation 2. ഇക്വേഷൻ 2 ഇട്ട് കൊടുത്താൽ A5 അല്ലെങ്കിൽ AR⁴ കിട്ടത്തില്ല. AR⁴ എന്ന് പറയുന്നത് 256 ആണെന്നല്ലേ അതിൻ്റെ അർത്ഥം? AR⁴ 256 ആണെന്ന് പറഞ്ഞാൽ 1 ഇട്ട് കൊടുത്താൽ 1 × R⁴ എന്ന് പറഞ്ഞാൽ R⁴ is equal to 256. R is equal to ക്യൂബ് അപ്പുറത്ത് പോയാൽ ക്യൂബ് റൂട്ട് ആകുന്ന പോലെ 4 അപ്പുറത്ത് പോയാൽ 4th റൂട്ട് ആവും. 4th റൂട്ട് ഓഫ് 256. ഒരുപോലത്തെ 4 നമ്പർ ഇൻഡ് ചെയ്യുമ്പോൾ 256 കിട്ടും. അതിൽ ആ ആളാരാണ്? ഏത് നമ്പർ 4 തൊട്ട് ഇൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 256 കിട്ടുന്നത്. അതാ കാൽക്കുലേറ്ററിൽ നിങ്ങൾ നോക്കിയാൽ മതി. അത് നമ്പർ 4 ആണ്. 4 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ 4 തൊട്ട് ഇൻഡ് ചെയ്താൽ 4 × 4 16. അപ്പോൾ അടുത്ത 4 × 4 16. അപ്പോൾ 16 × 16 അതാണ് 256. ഓക്കെ. അപ്പോൾ ഇവിടെ ആറിൻ്റെ വാല്യൂ 4 എന്ന് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ഈ GP ഏതാണെന്ന് എഴുതാം. ഫസ്റ്റ് ടേം 1 ആണ്. അടുത്ത ടേം കാണണമെങ്കിൽ 6 ഗുണിക്കണം. സെക്കൻഡ് ടേം നമ്മൾ അരിത്മെറ്റിക് സീക്വൻസിൽ D കൂട്ടി പോകുന്ന പോലെ 6 ഇൻറ്റു ചെയ്ത് പോയാൽ അടുത്ത ടേം എഴുതാം. 1ൻ്റെ കൂടെ 4 ഇൻറ്റു ചെയ്താൽ 6 ആയ 4 ഇൻറ്റു ചെയ്താൽ 1 × 4 സെക്കൻഡ് ടേം കിട്ടി. നമ്മുടെ മിസ്സിങ് ആയ സെക്കൻഡ് ടേം കിട്ടി. അടുത്ത ടേം എത്ര? പിന്നെയും 4 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇതിനെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഒരു 4 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പം എത്ര വരും? 4 × 4 16. ഓക്കെ. അടുത്ത ഒരു 4 കൂടെ നമ്മൾ ഇൻറ്റു ചെയ്താൽ 16നെ ഒന്നുകൂടെ 4 കൊണ്ട് ചെയ്താൽ 64 എന്ന് കിട്ടും. 16 × 4 64. 64നെ 4 കൊണ്ട് ചെയ്താൽ 256 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ടേംസ് ഏതൊക്കെയാണ്? 1, 4, 16, 64, 256. ഇത് റൗണ്ട് ചെയ്ത് എഴുതണമെന്നൊന്നുമില്ല. 1, 4, 16, 64, 256 എന്ന് എഴുതിയെന്ന് ചെയ്തിരുന്നാൽ മതി. ഓക്കെ. അപ്പം ഇടയ്ക്ക് കയറ്റാനുള്ള 3 ടൈം ആരൊക്കെയാണ്? 4, 16, 64. എടാ നമ്മൾ അവിടെ സീക്വൻസിൽ D കിട്ടുമ്പോൾ അത് കൂട്ടി എത്ര ടൈം വേണമെങ്കിലും എഴുതത്തില്ലേ? അതുപോലെ ഇവിടെ 6 കിട്ടിയാൽ 6 ഇൻറ്റു ചെയ്ത് അങ്ങ് എഴുതി പോവുക. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 4ാമത്തെ ചോദ്യത്തിൽ പറയുന്നത് ദ 4th ടേം ഓഫ് എ GP. ഒരു GPയുടെ 4th ടേം എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് ഇറ്റ് സെക്കൻഡ് ടേം. ഓക്കെ. ഒരു GPയുടെ 4ാമത്തെ ടേം എന്ന് പറയുന്നത് 2ാമത്തെ ടേമിൻ്റെ സ്ക്വയർ ആണ്. ഒരു GPയുടെ 4ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ ഏതാ? A4 എന്ന് പറഞ്ഞാൽ 2ാമത്തെ ടേമിൻ്റെ സ്ക്വയർ ആണെന്ന്. 2ാമത്തെ ടേമിൻ്റെ സ്ക്വയർ ആണ് എന്നുവെച്ചാൽ A4 എന്ന് പറയുന്നത് A2ൻ്റെ സ്ക്വയർ ആണ്. ബാക്കി ക്വസ്റ്റ്യൻ ദ ഫസ്റ്റ് ടേം ഈസ് -3. ആദ്യത്തെ ടേം -3 ആണെന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം A എന്ന് പറയുന്നത് -3 ആണ്.
അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിൻ ഇറ്റ്സ് 7th ടേം എങ്കിൽ 7ാമത്തെ ടേം എത്ര എങ്കിൽ 7ാമത്തെ ടേം എത്ര? അവിടെ ശ്രദ്ധിക്കുക, A4 എന്ന് പറഞ്ഞാൽ എന്താ? AR³ അല്ലേ? A4 എന്ന് പറയുന്നത് AR³ അല്ലേ? A2 എന്ന് പറഞ്ഞാൽ എന്താടാ? A2 എന്ന് പറഞ്ഞാൽ AR ആണ്. A2 കൊണ്ട് നിർത്തരുത്, ഇതിൻ്റെ ഹോൾ സ്ക്വയർ ഉണ്ട് കേട്ടോ, തെറ്റിപ്പോകരുത്. A2 കൊണ്ട് നിർത്തരുത്. A2ൻ്റെ AR ആണ്, ഇത് ഹോൾ സ്ക്വയർ. AR³ ഈക്വൽ ടു AR³ ഈസ് ഈക്വൽ ടു സ്ക്വയർ അകത്തോട്ട് കൊടുത്താൽ എയുടെ സ്ക്വയർ A² ഇൻറ്റു ഇവിടെ സ്ക്വയർ അകത്തോട്ട് കൊടുത്താൽ R². നോക്കുക, A ഉണ്ട്, R³ ഉണ്ട്, A² ഉണ്ട്, R² ഉണ്ട്. ഇവിടുത്തെ ഒരു എയും ഇവിടെ 2 A ഉള്ളതിൽ ഒരെണ്ണം വെട്ടിയാൽ ബാക്കി ഇവിടെ ഒരു എ. ഇവിടെ R എത്ര എണ്ണം ഉണ്ട്? ഇവിടെ 2 R ഉണ്ട്, ഇവിടെ 3 എണ്ണം ഉണ്ട്. 3 എണ്ണത്തിൽ 2 എണ്ണം വെട്ടിയാൽ ബാക്കി ഒരെണ്ണം. R ഈസ് ഈക്വൽ ടു A എന്ന് കിട്ടി. 6 Aയും ഈക്വൽ ആണ് എന്ന് വെച്ചാൽ 6 A ഈക്വൽ ആണെന്ന് പറയുമ്പോൾ R ഈക്വൽ A ഈക്വൽ എയുടെ വില -3, അപ്പോൾ ആറിൻ്റെ വിലയും -3. എയും ആറും -3 തന്നെയാണ്. ഓക്കെ, നമുക്കിനി എത്രാമത്തെ ടൈമാണ് കാണേണ്ടത്? A7. 7ാമത്തെ ടൈം കാണാൻ 7ാമത്തെ ടൈം എങ്ങനെ കാണുന്ന? AR⁻6 അല്ലേ? AR⁻6. A ആരാ? -3 ഇൻറ്റു R എത്ര? R -3 എടാ 3 -3 എന്ന് പറഞ്ഞാൽ -3 അല്ലേ? A⁻m ഇൻറ്റു A⁻n ഈക്വൽ ടു A⁻m+n. ആ റൂൾ വെച്ച് എഴുതുവാണെങ്കിൽ -3 + 6 7 -3 ആണ് നമ്മുടെ ഉത്തരം. 3 ആയതുകൊണ്ട് മൈനസ് നമ്പറാണ്, പവർ ഓഡ് ആയതുകൊണ്ടും 3/7 ഉത്തരം എന്ന് പറയുന്നത് 2187. 2187. നെഗറ്റീവ് നമ്പറിൻ്റെ പവറായിട്ട് വരുന്നത് ഓഡ് നമ്പർ ആണെങ്കിൽ ഉത്തരം നെഗറ്റീവ് ആയിരിക്കും. നിങ്ങൾ കാൽക്കുലേറ്ററിലും ചെയ്ത് നോക്കിയാൽ മതി. -3/7. ഇപ്പോൾ പവർ, ഇപ്പോൾ ഈ വന്നിരുന്ന പവർ ഒരു ഈവൻ നമ്പർ ആയിരുന്നെങ്കിൽ ഉത്തരവും എന്താണ്? പോസിറ്റീവ് വന്നതിന്. ഇപ്പം ഓഡ് നമ്പർ ആയതുകൊണ്ടാണ് ഉത്തരം എന്ത് വന്നത്? അതിൻ്റെ ഉത്തരം 3/7 ഉത്തരം തന്നെയാണ് ഇവിടെയും, പക്ഷേ ഒരു നെഗറ്റീവ് കൂടെ വന്നു, പവർ ഓഡ് ആയതുകൊണ്ട്. ഓക്കെ, ഇതാണ് അതിൻ്റെ ആൻസർ. മക്കളപ്പോൾ നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ടൈം ഓഫ് ദ സീക്വൻസ് 2√2 4 ഈസ് 128? എടാ ഇവിടുത്തെ നമ്മുടെ GP 2√2 4 ഇതാണ് GP. ഇതിൽ ഏത് ടൈമാണ് 128? ഇതിൽ ഏത് ടൈമാണ് 128 വരുന്നത്? ഇങ്ങനെ എഴുതി പോകുമ്പോൾ 128 എവിടെ വരും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എത്രാമത്തെ ടൈമാണെന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ എന്നാമത്തെ ടൈമാണെന്ന് വിചാരിക്കുക. അതിന് മുമ്പ് നമുക്ക് ഈ GPയുടെ ഫസ്റ്റ് ടൈം 6 എന്ന് എഴുതാം. ഫസ്റ്റ് ടൈം 2 ആണ്. ഫസ്റ്റ് ടൈം 2 ആണ്. ഇനി അവിടുത്തെ 6 എന്ന് പറയുന്നത് 6 കാണാൻ A2/A1. A2 ആരാടാ? A2 എന്ന് പറഞ്ഞാൽ 2√2/A1 ആരാ? 2. 2ഉം 2ഉം കട്ടായാൽ ആറിൻ്റെ വാല്യൂ √2. ആറിൻ്റെ വാല്യൂ √2. ഫസ്റ്റ് ടൈം 2, 6 √2. ഓക്കെ, എടാ എത്രാമത്തെ ടൈമാണ് 128? അറിയത്തില്ല. ഇപ്പോൾ 10ാമത്തെ ആണെങ്കിൽ A10 = 128 എന്ന് എഴുതാമായിരുന്നു. അപ്പോൾ അറിയാത്തത് കൊണ്ട് എന്നാമത്തെ ആണെന്ന് വിചാരിക്കുക. AN = 128. എന്നാമത്തെ ടൈമാണ് 128. എവിടെയോ നിൽക്കുന്നൊരു ടൈം. N എന്ന് പറഞ്ഞാൽ എന്നാമത്തെ ടൈമിനെ എങ്ങനെ പറയാം? 5th ടൈമിനെ ഇപ്പം നമ്മൾ AR⁴ എന്ന് എഴുതത്തില്ല. അതായത് എന്ത് ടൈമിനെ എങ്ങനെ എഴുതും? AR⁻n−1 എന്നല്ലേ പറയുന്നത്, ഈക്വൽ ടു 128. അതിൽ എയുടെ വാല്യൂ എത്രയാണ്? 2 ഇൻറ്റു ആറിൻ്റെ വാല്യൂ √2n−1 ഈക്വൽ ടു 128. ഇതിൽ ഈ 2നെ ഇപ്പുറത്ത് കൊണ്ടുവന്നൂടെ? അപ്പോൾ എങ്ങനെ വരും? √2n−1 ഈക്വൽ ടു 128/2 എന്ന് പറഞ്ഞാൽ √2n−1 ഈക്വൽ ടു 64. 64 എന്ന് എഴുതാം. 64 ശ്രദ്ധിച്ചാൽ അറിയാം. 64 എന്ന് പറയുന്നത് 2/6 ആണ്. √2n−1 ഈക്വൽ ടു 2/6 എന്ന് എഴുതാൻ പോകും. 2/6. 64 എന്ന് പറഞ്ഞാൽ 2/6 64 ആണ്. ഓക്കെ, എടാ ഇവിടെ √2 വന്നതുകൊണ്ട് ബേസ് ആയിട്ട് √2, ഇവിടെയും ഇവിടെ 2 ആവുന്നേക്കുന്നത്. ഇതുകൂടെ √2 ആക്കിയാൽ നമുക്ക് ബേസ് സെയിം ആണെങ്കിൽ പവറും സെയിം ആണെന്ന് പറയാം. അപ്പോൾ ഈ സിമ്പിളായിട്ട് ഈ 2നെ √2 ആക്കാൻ പറ്റും. ശ്രദ്ധിക്കുക, √2n−1 ഈക്വൽ ടു എടാ 2നെ മാറ്റിയാൽ 2 എന്ന് പറയുന്നത് √2² ആണ്. √2² എന്ന് പറഞ്ഞാൽ 2 ആണ്. 2നെ മാറ്റി √2² എന്നാക്കി. ഇപ്പോൾ 2നെയാണ് √2² എന്നാക്കി. അപ്പോഴും 6 അവിടെ ഉണ്ട്, ⁻6. ഇനി √2n−1 ഈക്വൽ ഇത് A⁻m എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് A⁻m × n അല്ലെങ്കിൽ mn.
അങ്ങനെയാണെങ്കിൽ √2 സ്ക്വയർ ദ ഹോൾ റൈസ് 6 എന്ന് പറഞ്ഞാൽ √2 ദ ഹോൾ റൈസ് ടു 2 × 6 12. 2 × 6 12. അവിടെ ഇപ്പോൾ ബേസ് സെയിം ആയി, ബേസ് √2 അങ്ങനെയാണെങ്കിൽ പവറും സെയിം ആണ്. ബേസ് സെയിം ആയാൽ പവറും സെയിം ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ √2 ദ ഹോൾ റൈസ് ടു n-1ഉം √2 ദ ഹോൾ റൈസ് ടു 12 ഈക്വലായ സ്ഥിതിക്ക് n-1 എന്ന് പറഞ്ഞാൽ 12 ആണ്. അതിൻ്റെ അർത്ഥം n = 12. -1 ഇപ്പുറത്ത് വന്നാൽ +1. എന്നിൻ്റെ വില 13. എന്നിൻ്റെ വാല്യൂ 13 ആണ്. അതിൻ്റെ അർത്ഥം അവിടുന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് അതിൻ്റെ വാല്യൂ എന്നിൻ്റെ വാല്യൂ 13 ആണെന്ന് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാവുന്നത് 13th ടേം ഓഫ് ദ GP 13th ടേം ഓഫ് ദ GP ഈസ് എത്രയാണ്? 128. 13ാമത്തെ ടേമാണ് 128. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി, ഷോർട്ടാക്കി A13 = 128. എത്ര? 13ാമത്തെ ടേമാണ് 128. ഓക്കെ, 6ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫോർ വാട്ട് വാല്യൂസ് ഓഫ് എക്സ് ദ നമ്പേഴ്സ് -2/7 എക്സ് -7/2 ആർ ഇൻ GP. ഇതിപ്പോൾ ഒരു GP ആകണമെങ്കിൽ ഈ എക്സിന് ഏതൊക്കെ വാല്യൂ കൊടുക്കണം, ഏതൊക്കെ വാല്യൂ കൊടുക്കുമ്പോഴാണ് എക്സ് GP എന്നാണ് ആ തന്നിരിക്കുന്ന ഒരു GP ആകുന്നത്. അപ്പോൾ എക്സിന് കൊടുക്കാൻ പറ്റിയ വാല്യൂ ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 3 പേരെ തന്നിട്ട് കൂട്ടത്തിൽ ആരെങ്കിലും ചോദിച്ചാൽ ഓർക്കേണ്ടത് നമ്മളത് A, B, C ഈ രൂപത്തിൽ തന്നിട്ട് നമ്മൾ ഒരു ബന്ധമുണ്ട്. B = √A × C. ജോമെട്രിക് മീൻ B = √A × C. അത്രയും ഓർത്താൽ മതി. അപ്പോൾ ഒന്നാമത്തെ ആൾ A, അടുത്ത ആൾ B, അടുത്തത് C. അപ്പം B = B ആരാ ഇവിടുത്തെ? അപ്പം ഇത് A, ഇത് B, ഇത് C. അപ്പോൾ B ആരാ? x = √A × C. A ആരാ? -2/7 × -7/2. 2 × കട്ടായി അവിടെ 1 വരും. 7 കട്ടായി അവിടെയും 1 വരും. x = √(-1 × -1) 1 ആണ്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ +or -1 അല്ലേ? √1 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ +or-1 ആണ്. അപ്പം ഇവിടെ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും +or-1 എന്ന് കിട്ടി. അപ്പം +1 കൊടുക്കാം, -1 കൊടുക്കാം. ഇഫ് x = +1, x 1 ആണെങ്കിൽ ഉത്തരം എങ്ങനെ വരും? -2/7, 1, -7/2. ഇപ്പോൾ ഇതൊരു GP ആണ്. ഓക്കെ, ഇനി അടുത്തത് ഇഫ് x = -1, എക്സിൻ്റെ വില -1 ആയാൽ -2/7 -1 -7/2. ഇപ്പോഴും അതൊരു GP ആണ്. 2 GP. ഓക്കെ, രണ്ടും GPകളാണ്. അപ്പം എക്സിന് ഏതൊക്കെ വില കൊടുക്കാൻ പറ്റും? നമുക്ക് 1 കൊടുക്കാം, -1 കൊടുക്കാം. പിന്നെ ചോദിക്കാൻ പറ്റുന്ന സിമ്പിൾ ചോദ്യമൊക്കെ എന്ന് പറയുന്നത് ഇപ്പോൾ 5x അടുത്തത് 20 എങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്ര? x = ABC ആയിട്ട് ആലോചിച്ചാൽ B = √AC 5 × 20. ഇപ്പോൾ x = √100. എക്സിൻ്റെ വാല്യൂ 10. അവിടെ വരേണ്ട x 10 ആണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കും. ഇത് കുറച്ചുകൂടി ഇച്ചിരി ഒന്ന് നമ്മൾ ചിലപ്പം ഈ ഫ്രാക്ഷനൊക്കെ വന്നുകൊണ്ട് നമുക്ക് പാടാണെന്ന് തോന്നും, പക്ഷേ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം ഈ ഒരു സീക്വൻസ് ആൻഡ് സീരീസിൻ്റെ സമ്മിൻ്റെ ക്വസ്റ്റ്യനുമായിട്ട് നമ്മൾ സീക്വൻസ് ആൻഡ് സീരീസിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ, നമ്മുടെ സെക്കൻഡ് പാർട്ടുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.